ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഞങ്ങൾ ഊട്ടിയിൽ പോയ വിശേഷം പറഞ്ഞിരുന്നല്ലോ. സുരേഷേട്ടൻ്റെ ഒരു സൈറ്റിലാണ് പോയത്. ഊട്ടി ടൗൺ എത്തുന്നതിന് മുന്നേ നടുവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ സൈറ്റ്. മെയിൻ റോഡിൽ നിന്ന് നമ്മൾ കാണുന്ന വ്യൂ ഇതാണ്. ആ കാണുന്ന കോട്ടേജിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഈ വഴി കണ്ടപ്പോൾ കുറച്ചൊന്ന് ടെൻഷനായി. നമ്മളൊരു ദുർഘടമായ ഒരു വഴി തന്നെയാണ്. പക്ഷേ ആദ്യത്തെ കുറച്ച് ബുദ്ധിമുട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ കോൺക്രീറ്റിലേക്ക് കയറിയപ്പോൾ കുഴപ്പമില്ലെന്നായി. പക്ഷേ ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, നല്ല കാറ്റുണ്ട്. ഞങ്ങൾ പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ലപോലെ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ തണുത്ത മരവിച്ചൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ വഴി കംപ്ലീറ്റ് ആയിട്ടില്ല പണി. കോട്ടേജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവിടെ നമുക്ക് വുഡൻ ഫ്ലോറിൻ്റെ റിക്വയർമെൻ്റ് ആണ് ഉള്ളത്. അത് കഴിഞ്ഞ് കോൺക്രീറ്റിൻ്റെ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞപ്പം കുറച്ച് നല്ല പോലെ ബുദ്ധിമുട്ടായി വഴി. നല്ല ചെളിയും ഇതൊക്കെ ആയിട്ടുള്ളൊരു വഴി. അപ്പോൾ കുറച്ച് പോയപ്പോൾ തന്നെ നമുക്കൊരു ടെൻഷൻ വന്നു കേട്ടോ. വിചാരിച്ച പോലെ തന്നെ വണ്ടി ഒന്ന് സ്കിഡായി. അപ്പോൾ ആ ചെളിയിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കറിയാം, പറയാം, സുരേഷേട്ടൻ നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് അതിനകത്തുനിന്ന് ചെളിയിൽ നിന്നൊക്കെ ഒന്ന് എടുത്തിട്ട് മുന്നോട്ട് വന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇറങ്ങി. ഇനി നല്ല വഴി എത്തുമ്പം കയറാം എന്നുള്ള രീതിയിൽ ഞാൻ ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ സുരേഷേട്ടൻ കുറച്ച് മുന്നിൽ പോയിട്ട് അവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. വരുമ്പം നല്ലൊരു വഴി ഒക്കെ ആയിരിക്കും, അല്ല വഴി ഇത്ര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ മുൻകൂട്ടി വിചാരിക്കുന്നേ ഇല്ല. അപ്പോൾ അത് മൊത്തത്തിലൊരു ടെൻഷനായിരുന്നു. കാരണം ആ ഒരു വണ്ടി മുന്നോട്ട് നീക്കാനുള്ള ബുദ്ധിമുട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കോൺക്രീറ്റ് റോഡാണ്. അപ്പോൾ പിന്നെ സമാധാനമായി, എന്തായാലും കോട്ടേജിൻ്റെ അവിടം വരെ റോഡ് ഉണ്ടാവുമല്ലോ എന്ന്. അപ്പോൾ ആ റോഡിലേക്ക് കയറുമ്പം ഞാൻ വണ്ടിയിൽ കയറി. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞപ്പോഴുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി. അപ്പോൾ ഈ നനഞ്ഞ ചാക്ക് നമ്മൾ കോൺക്രീറ്റ് റോഡിൻ്റെ മുകളിലൊക്കെ വിരിച്ചിടുമല്ലോ പണി കഴിയുമ്പം, അത് കഴിഞ്ഞിട്ട് ഇതാണ് സംഭവിച്ചത്. ആ ചാക്കിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പെട്ടുപോയി കേട്ടോ. ബുള്ളറ്റാണല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ചാക്ക് എടുത്ത് മാറ്റാതെ ഞങ്ങൾ മുന്നോട്ട് പോയത്. അപ്പോൾ എന്താണേലും രണ്ടാളും തെറിച്ച് വീണിട്ട് ആദ്യം ഞാൻ വിചാരിച്ചു താഴേക്ക് വരുമ്പോഴുള്ള ഒരു ഫീൽ എന്ന് വെച്ചാൽ സുരേഷൻ ഇപ്പം ബ്രേക്ക് കിട്ടും, ഇപ്പം നിർത്താൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. പിന്നെ നമ്മൾ പടച്ചോനെ നിങ്ങൾ കാത്തോളി ആ ലെവലിൽ ഇരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വീണ് കഴിഞ്ഞപ്പോൾ രണ്ടാൾക്കും കുഴപ്പമൊന്നുമില്ലയെന്ന് അറിഞ്ഞ സമാധാനത്തിൽ എണീറ്റിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് ബാക്കി. അപ്പോൾ സുരേഷയുടെ ആ ചാക്കൊക്കെ എടുത്ത് മാറ്റിയിട്ട് എന്തായാലും വണ്ടി നമ്മൾ മേലേക്ക് കൊണ്ടുപോകുന്നില്ല എന്ന് തന്നെ ഉറപ്പിച്ചു. ഇനിയൊരു റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വണ്ടി അവിടെ തിരിച്ച് നിർത്തി. നിങ്ങൾക്ക് ഈ വഴി കണ്ടാൽ അറിയാം, വിജനമായ ഒരു പ്രദേശമാണ് കേട്ടോ. ആരുമില്ല അടുത്ത്. ഈ കോട്ടേജിൽ 2 പണിക്കാരുണ്ടെന്ന് പറയുന്നു. ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് എത്തിയിട്ടുമില്ലല്ലോ. അങ്ങനെ വണ്ടി താഴെ വെച്ചു, ഞങ്ങൾ മേലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവയ്ക്കാറുണ്ടല്ലോ. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും അതൊക്കെ ചേർന്ന് തന്നെയാണല്ലോ ലൈഫ്. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കാണുന്ന കോട്ടേജിൽ നമ്മളെത്തി. ഇനി നമുക്ക് അവിടെ മെഷർമെൻറ്റ് എടുക്കണം. 2 റൂമിൻ്റെ മറ്റോ മെഷർമെൻ്റ് ആണുള്ളത്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി സോഷയുടെ മേലേക്ക് കയറി. അവിടുന്ന് കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ. വ്യൂ ഒക്കെ നല്ല വ്യൂ ആണ്. വഴിയും കുഴപ്പമില്ല, നമ്മളൊന്നും കൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ എന്തായാലും ഈ ചാക്കിൽ നമ്മൾ ഏത് ബുള്ളറ്റായാലും സ്കിഡാവുമെന്ന് മനസ്സിലായി. അപ്പോൾ ഓക്കെ, ബൈ.